Hi all, good morning. നമ്മൾ ഇന്ന് ചാർപീറ്റ്സ് മെത്തേഡിന്റെ ഓക്സിലറി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതായത് ഒരു വലിയ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, പക്ഷെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് പ്രോബ്ലംസ് എന്തായാലും പഠിക്കണം. അപ്പൊ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഓരോ പ്രോബ്ലവും ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതായിരിക്കും. അപ്പോൾ വല്ലാതെ ഇതിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും രണ്ട് മൂന്ന് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ കിട്ടുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് പ്രോബ്ലംസ്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സോൾവ് z സ്ക്വയർ ഈക്വൽ ടു പി ക്യു എക്സ് വൈ. സ്ക്വയർ ഈക്വൽ ടു പി ക്യു എക്സ് വൈ. അപ്പൊ ഇവിടെ പി ക്യു എക്സ് വൈ ഇസെറ്റ് എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഫ് കണ്ടുപിടിക്കുക. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് പി ക്യു എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു ഇസെറ്റ് സ്ക്വയർ മൈനസ് പി ക്യു എക്സ് വൈ. ഇസെറ്റ് സ്ക്വയർ മൈനസ് പി ക്യു എക്സ് വൈ. പിന്നെ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ വരെ ഡി എക്സ് ബൈ എഫ് പി ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യു ഈക്വൽ ടു ഡി ഇസെറ്റ് ബൈ പി എഫ് പി plus qfz is equal to dp by minus of p plus minus of fx plus pfz. Okay, fx plus pfz equal to dq by minus of fy plus qfz. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഓക്സിലറി ഇക്വേഷൻ. ഇനി ഇതിൽ നമ്മൾ എഫ് പി എഫ് ക്യു ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ എഫ് പി എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ക്യു എക്സ് വൈ ആയിരിക്കും. എഫ് ക്യു എന്ന് പറയുന്നത് മൈനസ് പി എക്സ് വൈ ആയിരിക്കും. അതിന് ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു ഈ എഫിനെ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫിനെ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് മൈനസ് ക്യു എക്സ് വൈ കിട്ടും. എഫ് ക്യൂവിനെ ചെയ്യുമ്പോൾ മൈനസ് പി എക്സ് വൈ കിട്ടും. എഫ് ഇസെറ്റിനെ ചെയ്യുമ്പോൾ നമുക്ക് 2z കിട്ടും. എഫ് എക്സിനെ ചെയ്യുമ്പോൾ മൈനസ് പി ക്യു വൈ കിട്ടും. എഫ് വൈ ചെയ്യുമ്പോൾ മൈനസ് ക്യൂ മൈനസ് പി ക്യു വൈ. എഫ് വൈ ചെയ്യുമ്പോൾ മൈനസ് പി ക്യു എക്സ് കിട്ടും. മൈനസ് പി ക്യു എക്സ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക ഡി എക്സ് ബൈ മൈനസ് ക്യു എക്സ് വൈ equal to dy by minus pxy. Okay, അടുത്ത dp by dz by p into minus fz അല്ലേ, pfp. Okay, so minus into minus of സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എഫ് എക്സിന് സ്ഥാനത്ത് മൈനസ് ക്യു എക്സ് വൈ പ്ലസ് p into fz. അപ്പോൾ 2pz. ഓക്കെ, ഈ ഓക്കെ എനിക്ക് മാറിപ്പോയി. pfp, p into fp. fp എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മൈനസ് പി ക്യു എക്സ് വൈ പ്ലസ് ഇവിടെ ഓൾറെഡി ക്യൂവിൻ്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്, അതിനെ പി കൊണ്ട് ക്യു എഫ് സെറ്റ് ചെയ്യും. പി എഫ് പി പ്ലസ് PFP plus QFQ. PFP plus QFQ ആണ് ഇവിടെ. FQ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ മൈനസ് പി ക്യു എക്സ് വൈ ഈക്വൽ ടു ഡി പി ബൈ മൈനസ് ഓഫ് എഫ് എക്സ്. എന്ന് പറഞ്ഞാൽ മൈനസ് പി ക്യു വൈ പ്ലസ് 2pz ഈക്വൽ ടു ഡി ക്യു ബൈ മൈനസ് ഓഫ് minus pqx plus 2qz. ഇതാണ് നമുക്ക് ഓക്സിലറി ഇക്വേഷൻ കിട്ടും. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ഓക്കെ, അതായത് വലിയ ഓക്സിലറി ഇക്വേഷൻ എഴുതാം, എഫ് പി എഫ് ക്യു ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ അതിന്റെ പകുതി കിട്ടും. ഓക്കെ, അപ്പൊ ബാക്കി നമ്മള് പിന്നെ ഇത് രണ്ട് സോൾവ് ചെയ്തിട്ട് പിയും ക്യൂവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ 5 ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ. ഈ ഡി എക്സ്, ഡി വൈ, ഡി സെറ്റ്, ഡി പി, ഡി ക്യു ഒക്കെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പിയും ക്യൂവും സോൾവ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ലക്ഷ്യം. ഓക്കെ,
ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മൾട്ടിപ്ലയർ മെത്തേഡാണ്. മൾട്ടിപ്ലയർ മെത്തേഡിന് നമുക്ക് മൾട്ടിപ്ലയേഴ്സ് വേണം. അപ്പൊ ഞാൻ ഇവിടെ ഡി ക്യൂവിനെ ക്യൂ കൊണ്ട്, ഇതിനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പീനെ നമ്മൾ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇതെങ്ങനെ വരും? എക്സ് ഡി എക്സ് ബൈ, ഓക്കെ ഇതിനെ ഞാൻ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെ ഞാൻ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ യൂസ് ചെയ്യുന്ന പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഡി എക്സ് ബൈ മൈനസ് പി ക്യൂ എക്സ് വൈ, അത് ഇത് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ വിത്ത് പി, ഓക്കെ, ഈക്വൽ ടു ഈ ഇക്വേഷനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ ക്യൂ ഡി വൈ ബൈ മൈനസ് പി ക്യൂ എക്സ് വൈ, ഈ ഇക്വേഷനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ അത് എഴുതുന്നില്ല. ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ എക്സ് ഡി പി, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എക്സ് ഡി പി മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ പി ക്യൂ എക്സ് വൈ മൈനസ് 2p സ്ക്വയർ ഇസെറ്റ്, 2p സ്ക്വയർ ഇസെറ്റ്. ഓക്കെ, ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ അല്ലേ, അപ്പോൾ മൈനസ് 2px ഇസെറ്റ്, മൈനസ് 2px ഇസെറ്റ്, മൈനസ് 2px ഇസെറ്റ്, മൈനസ് 2px ഇസെറ്റ് ഈക്വൽ ടു ഇതിനെ ഡി ക്യൂ ബൈ y കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ y ഡി ക്യൂ ബൈ പി ക്യൂ എക്സ് വൈ മൈനസ് 2qy സെറ്റ്, മൈനസ് 2qy സെറ്റ്. അതായത് ആദ്യത്തെ ഇക്വേഷനെ ഇൻറ്റു എക്സ്, ഇത് ഇൻറ്റു വൈ, മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയാം നമുക്ക്. ഇതിനെ ഇൻറ്റു പി, ഇതിനെ ഇൻറ്റു പി, ഇതിനെ ഇൻറ്റു ക്യൂ, ഇതിനെ ഇൻറ്റു എക്സ്, ഇതിനെ ഇൻറ്റു വൈ ചെയ്യാം. അപ്പൊ ന്യൂമറേറ്റർ ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ്ലി ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ആ റേഷ്യോ മാറാതിരിക്കും. ഇനി നമ്മൾ ഇത് രണ്ടെണ്ണം എടുക്കുക, ഇതും ഇതും. ഓക്കെ, ഇത് എന്തും എടുക്കുമ്പോ ഇവിടെ നമുക്ക് പി ഡി എക്സ്, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് ഡി പി പ്ലസ് പി ഡി എക്സ്, എക്സ് ഡി പി പ്ലസ് പി ഡി എക്സ് ഡിവൈഡഡ് ബൈ 2px ഇസെറ്റ്. ഈ രണ്ട് റേഷ്യോസ് സം ചെയ്യാം. ഈ രണ്ട് റേഷ്യോസ് സം ചെയ്യുമ്പോൾ പി ഡി എക്സ് പ്ലസ് എക്സ് ഡി പി വരും, അല്ലെങ്കിൽ എക്സ് ഡി പി പ്ലസ് പി ഡി എക്സ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഡിനോമിനേറ്റർ സം ചെയ്യുമ്പോൾ മൈനസ് പി ക്യൂ എക്സ് വൈയും പ്ലസ് പി ക്യൂ എക്സ് വൈയും ക്യാൻസൽ ആവും, ബാക്കി മൈനസ് 2px ഇസെറ്റ് വരും, മൈനസ് 2px ഇസെറ്റ്. അപ്പൊ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പൊ 2px ഇസെറ്റ്. അതുപോലെ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ക്യൂ ഡി വൈ പ്ലസ് വൈ ഡി ക്യൂ ഡിവൈഡഡ് ബൈ, ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും പോയി അവസാനം 2qy സെറ്റ് വരും, 2qy സെറ്റ് ഇത് കിട്ടും. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്യണതിന്റെ ഒരു മെത്തേഡാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ചെയ്യില്ല, പക്ഷെ ഒരു മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ ആണ്. കാരണം ഇപ്പൊ പി ഡി ഇവിടെ നമ്മൾ എല്ലാത്തിനെയും കോമൺ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നമുക്ക് വേണ്ടത് എടുത്തു, ഡി എക്സും ഡി പി എടുത്തു, ഡി വൈയും ഡി ക്യൂ എടുത്തു. അപ്പൊ പി ഡി എക്സ് പ്ലസ് എക്സ് ഡി പി ആവും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലെ ഇസെറ്റും ക്യാൻസൽ ആക്കാം. അപ്പോ എക്സ് ഡി പി പ്ലസ് പി ഡി എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്ത പി എക്സ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ക്യൂ ഡി വൈ പ്ലസ് വൈ ഡി ക്യൂ ബൈ ക്യൂ വൈ. ഓക്കെ, ഇത് എന്ന് പറയുന്നത് എന്തായി മാറി? ഇത് എന്ന് പറയുന്നത് ഡി ഓഫ് പി എക്സ് ആയിട്ട് മാറി. ഡി ഓഫ് പി എക്സ് ബൈ പി എക്സ് ഈസ് ഈക്വൽ ടു ഡി ഓഫ് വൈ ക്യൂ ബൈ ക്യൂ വൈ. അതായത് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് പി പ്ലസ് പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഓക്കെ, എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് പി പ്ലസ് പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് പി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് പി എക്സ്. അടുത്തത് y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ ക്യൂ.
ഓക്കെ, അപ്പോ ഡെറിവേറ്റീവ് ഓഫ് പി എക്സ് ബൈ പി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും. ഇന്റഗ്രൽ ഡി ഓഫ് പി എക്സ് ബൈ എക്സ് പി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഓഫ് വൈ ക്യൂ ബൈ ക്യൂ വൈ. ഇത് ഇംപ്ലൈസ് ലോഗ് ഓഫ് പി എക്സ് അല്ലെ. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ഡി ഓഫ് പി എക്സ് ബൈ പി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് പി എക്സ് ആവും. അപ്പൊ ലോഗ് ഓഫ് പി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് വൈ ക്യൂ പ്ലസ് സം ലോഗ് സി വൺ നോക്കുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ലോഗ് സി വൺ. ഓക്കെ, സോ ലോഗ് ഓഫ് പി എക്സ് മൈനസ് ലോഗ് ഓഫ് വൈ ക്യൂ equal to log of C1. So log of Px by Qy equal to log C1. Okay, അപ്പോൾ രണ്ട് ഭാഗത്തും എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ Px by Qy equal to C1. That implies P equal to C1 Qy by x. P equal to C1 Qy by x. Okay, C1 Qy by x. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് z സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ എക്സ് വൈ ആണ്. ഓക്കെ, z സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ എക്സ് വൈ. അപ്പൊ z സ്ക്വയർ ഈക്വൽ ടു പിക്ക് സ്ഥാനത്ത് ഇത് കൊടുക്കുക. അപ്പൊ C1 Qy ബൈ എക്സ് ഇൻറ്റു QXY into QXY. അപ്പോ എക്സും ക്യാൻസൽ ആയി. അപ്പൊ ബാക്കി ഉണ്ടാവുക z സ്ക്വയർ ഈക്വൽ ടു C1 Q square y square. C1 Q square y square, which implies Q square equal to Z square by y square C1. ഓക്കെ, അപ്പൊ നമ്മൾ C1ന് റൂട്ട് എടുത്ത ഒരു കോൺസ്റ്റന്റ് തന്നെ കിട്ടും. അപ്പൊ Q ഈക്വൽ ടു സി ഇസെറ്റ് ബൈ വൈ. Q ഈക്വൽ ടു സി ഇസെറ്റ് ബൈ വൈ. C1 ഈക്വൽ ടു സി ഇസെറ്റ് ബൈ വൈ. സി ഇസെറ്റ് ബൈ വൈ. Q എന്ന് പറഞ്ഞാൽ സി ഇസെറ്റ് ബൈ വൈ ആണ്. ക്ലിയർ? സി ഇസെറ്റ് ബൈ വൈ. ഓക്കെ, പി എന്തായിരുന്നു? പി നമുക്കറിയാം. പി ഈക്വൽ ടു C1 എന്തായിരുന്നു? C1 QY by x ആയിരുന്നു. C1 QY by x ആയിരുന്നു. അപ്പൊ Qന് സ്ഥാനത്ത് ഇത് കൊടുക്കുക. അപ്പൊ C1 into C Z by Y into Y by x. വൈയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് C by C dash Z. C1 into C ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ C dash Z by x അല്ലെ? C dash Z by x. C dash Z by x. ഓക്കെ, അപ്പൊ ക്യൂവും കിട്ടി, പിയും കിട്ടി. ഇനി നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. dz is equal to എന്താണ്? dz is equal to p dx plus q dy. p dz plus p dx plus q dy. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z is equal to ഇന്റഗ്രൽ c dash z by x dx. ഓക്കെ, c dash z by x dx dash z by x dx plus integral cz by y dy. cz by y dy. Okay, ഈ z കോമൺ ആയിട്ട് എടുക്കുക. z ഈക്വൽ ടു എന്ന് വന്നു അല്ലേ?
ഒരു സ്റ്റെപ്പ് ഒരു ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ആവശ്യം. dz is equal to c dash z by x dx plus cz by y dy. dz is equal to c dash z by x dx plus cz by y dy. Okay. ഈ z കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ dz is equal to z into c dash by x dx plus c by y dy. അപ്പൊ dz by z equal to c dash by x dx plus c by y dy. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log z is equal to log x c dash into log x plus c into log y. Okay. So log z equal to c dash into log x. So log x raised to c dash. Log x raised to c dash plus log y raised to c. This is equal to log a plus log b log of ab. X raised to c1 into y raised to c. Z is equal to x raised to c1 into y raised to c. That's answer. Okay, അപ്പോൾ ഇത് എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ്, പല സ്റ്റെപ്പുകളും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇതൊരു പ്രോബ്ലം ആണ്, നമ്മൾ ഇത് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇത് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഒന്നും അല്ല, ചോദിക്കാതിരിക്കാം. ഓക്കെ, ഇനി ചോദിച്ചാലും ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പല പ്രയാസമുണ്ട്. കാരണം എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇത് ജസ്റ്റ് എഴുതി പഠിക്കുക. ഇതോടെ നമ്മുടെ മോഡ്യൂൾ 1 ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അതും കൂടെ കഴിഞ്ഞാൽ മോഡ്യൂൾ 1 കഴിഞ്ഞു. മോഡ്യൂൾ 1 ഒരു വലിയ മോഡ്യൂളാണ്, പക്ഷെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് മോഡ്യൂൾ 1 അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത് മോഡ്യൂൾ 1 തീരാൻ. മോഡ്യൂൾ 2 കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കി ഒരു പ്രോബ്ലംസ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ മോഡ്യൂൾ 1 ഈ അവസാനത്തെ ഈ ചാർപിറ്റ്സ് മെത്തേഡ് കുറച്ച് പ്രയാസമാണ്. ചാർപിറ്റ്സ് മെത്തേഡിലെ ടൈപ്പ് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ ടൈപ്പിലെ ഒരു 2-3 പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഓക്സിലറി ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം ഒരെണ്ണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം പഠിപ്പിച്ചത്. ഇതന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ മെത്തേഡ് ഇതാണ്. അറ്റ്ലീസ്റ്റ് ഓക്സിലറി ഇക്വേഷൻ എഴുതി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, പകുതി മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ താങ്ക് യു.